ഹലോ, അസ്സലാമു അലൈക്കും. അപ്പം ഞാനിവിടെ 8 കിലോ ബീഫ് ഉണ്ടാക്കാനാണ് പോണത്. ഇത് നമുക്ക് ഗൾഫിക്കൊക്കെ കൊടുത്തയക്കാൻ പറ്റണൊരു ഇതാണ് കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യം തന്നെ ഇത് നല്ലവണ്ണം വെള്ളം ചോരാൻ വെച്ചതായിരുന്നു. 2 മണിക്കൂർ നല്ലോണം കഴുകിയതിന് ശേഷം വെള്ളം ഊരാൻ വെച്ച് വെള്ളം നല്ലോണം ചോർന്നതിന് ശേഷം 8 കിലോത്തിനും കൂടി ഞാൻ ആകെ 4 വല്യുള്ളിയാണ് എടുത്തിട്ടുള്ളത്. അതേപോലെ ഇഞ്ചി ഒരു 100 ഗ്രാം ഇഞ്ചി, അതേപോലെ ഒരു 2 പോണ വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. 3 തക്കാളിയാണ് എടുത്തത്. അപ്പോൾ നമുക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കുമ്പോൾ മസാല കൂടുതൽ ഇടാൻ പാടില്ല. ഇതിപ്പോൾ ഞങ്ങൾ ട്രെയിനിൽ 2 ദിവസം യാത്ര ചെയ്ത് ഒരു ദിവസം നമ്മൾ വീട്ടിലുണ്ടാക്കി വെക്കും ചെയ്തിട്ടും കൂടി ഒരു കേടും ആയിട്ടില്ല. അതേപോലെ ഒരു 1/2 ടീസ്പൂൺ ഉലുവ, ഒരു വലിയൊരു ടേബിൾ സ്പൂണ് വലിയ ജീരകം, പിന്നെ ഒരു 3 ടേബിൾ സ്പൂണ് മസാലപ്പൊടി, അതായത് നമ്മളെ കൊത്തമ്പാലിപ്പൊടി ആവശ്യത്തിന്, അതേമാതിരി 2 ടേബിൾ സ്പൂണ് മുളക് പൊടി, 3 ടേബിൾ സ്പൂണ് മഞ്ഞൾപ്പൊടി, ഒരു തണ്ട് കരിവേപ്പിൻ്റെ ഇലയും കൂടി ഇട്ടുകൊണ്ട് ഒരു 3 ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണയും കൂടി ഒഴിക്കുക. എന്നിട്ട് നന്നായിട്ടാണ് കുഴച്ച് വെക്കുക. ഇതിലൊരു തുള്ളിയും വെള്ളം ചേട്ടാ. ഇനി ഇത് വേകുമ്പോൾ കാണാം വെള്ളം ഇങ്ങനെ എവിടുന്നാ ഇത് വരുന്നതെന്ന് അറിയാൻ പറ്റില്ല. ഇത് അധികം നമ്മൾ വെന്ത് കുഴഞ്ഞ് പോകാൻ പാടില്ല. നമ്മൾ പൊരിച്ചെടുക്കുന്നതിന് മുന്നേ തന്നെ ആയാലും നല്ലോണം വെന്ത് കുഴയാൻ പാടില്ല. ഇനി അവർക്ക് ചെന്നിട്ട് നമുക്ക് ഇതുപോലെ മസാല ഇട്ടുണ്ടാക്കി എങ്ങനെയെങ്കിലും അവർക്ക് ചെയ്യാൻ പറ്റൂട്ടാ. അപ്പോൾ ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്യണം, നന്നായിട്ട് മിക്സ് ചെയ്യണം കേട്ടോ. 2 കൈ കൊണ്ടും കൂടി ശരിക്കും മിക്സ് ചെയ്യണം. പക്ഷേ ഞാനിപ്പോൾ ഒരു കൈ കൊണ്ടാണ് മിക്സ് ചെയ്യുന്നത്. അത്രക്കും ഇതിൽ 8 കിലോ ഇറച്ചി ഉണ്ടല്ലോ, എല്ലില്ലാത്ത ഇറച്ചിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. എള്ള് ഉള്ള ഭാഗങ്ങൾ വേറെ വേവിച്ചെടുത്ത് കണ്ട് ചെയ്തേക്കണേ. അത് അതിൻ്റെ പാടി നിരമ്പൊക്കെ എൻ്റെ മോനക്ക് ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ എന്ത് വെച്ചു, എല്ലുള്ളത് വേറെ കുക്കറിൽ വിസിലടുപ്പിച്ചിട്ട് അതിങ്ങനെ കട്ട് ചെയ്ത് കണ്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക ചെയ്ത്. അത് ഞാനൊരു 2 മണിക്കൂർ നേരം മസാല തേച്ച് കണ്ട് അവിടെ വെച്ചു. അതിന് ശേഷമാണ് ഞാൻ ഉണ്ടാക്കുന്നത്. ഗ്യാസ് അടുപ്പുമ്പോൾ ഉണ്ടാക്കുമ്പോൾ ഒരുപാട് നേരം പോകും. അതായത് സാധാരണ സ്റ്റൗമ്മൽ ഇത് ഞാനിങ്ങനെ സ്പെഷ്യലായിട്ട് എന്തെങ്കിലും ഉണ്ടാക്കാൻ ഇതിനൊക്കെ വേണ്ടിയിട്ട് ഒരു സ്റ്റൗ വാങ്ങിച്ചതാണ് കേട്ടോ. ഇത് വാങ്ങിച്ചിട്ടിപ്പോൾ കുറച്ചായി. നല്ല ഉപകാരമാണിത്. ഇത് നമുക്ക് എവിടുക്കാൻ വേണ്ടിച്ച് അവിടേക്ക് കൊണ്ടുവയ്ക്കാം. അപ്പം ഇനി നമ്മളെ ടീപ്പോയി കുറേ മുന്നത്ത് വെച്ചാൽ എൻ്റെ മാപ്പണ്ടൊക്കെ വയസ്സുണ്ടാവും ഇതിന്. അത് 10-50 വയസ്സിൻ്റെ മേലെ അല്ല അതിനൊരു കുറവ്. ആ കാലത്ത് ഇപ്പോൾ നെയ്വേലിയിൽ വാങ്ങിച്ചിട്ടുണ്ട് ടീപ്പോയാണ്. അതൊരു മെഴുകാണ്. ഇപ്പോൾക്ക് നെയ്വേലിയിലായിരുന്നു ജോലി. അപ്പോൾ ആ ടീപ്പോയിൻ്റെ മെഴുക് പോയിച്ചിട്ട് ഞാൻ ന്യൂസ് പേപ്പർ ഇട്ട് പഴയ ഒരു പത്രികല്ലുണ്ടായിരുന്നു, അത് വെച്ചുകാണ്ട് അതിൻ്റെ മേലാണ് ഈ ഗ്യാസടുപ്പ് വെച്ച് കൊടുക്കുന്നത്. ഞാൻ ടീപ്പോയിക്ക് എന്തെങ്കിലും സംഭവിക്കരുതെന്ന് വിചാരിച്ചുകാണ്ട് ചെയ്തതാണ് കേട്ടോ. അപ്പോൾ കുറഞ്ഞ തീയിലിട്ടുകാണ്ട് നമ്മൾക്ക് ഇതിൽ വെള്ളം വന്നതിന് ശേഷം തീ കൂട്ടി കൊടുക്കാം. അപ്പോൾ കുറഞ്ഞ തീയിൽ ഞാൻ വേവിച്ചാൽ വെച്ചേക്കാണ്. എന്നിട്ട് നമുക്ക് ബാക്കിയുള്ള പണികളൊക്കെ എടുക്കാമല്ലോ. ആദ്യം ഒരു വെള്ളം ആവുന്നത് വരെ നമ്മളത് ശ്രദ്ധിച്ചു കൊണ്ടിരിക്കണം. അത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വേറെയുള്ള ജോലികളിലൊക്കെ ചെയ്യാട്ടോ. അപ്പോൾ ഇതൊക്കെ വെന്ത് റെഡിയായി വരുന്നുണ്ട്. ഞാൻ ഇടയ്ക്കിടയ്ക്കൊക്കെ ഇളക്കി കൊടുത്തേക്കണം കേട്ടോ. ഇപ്പോൾ പകുതി മുക്കാലും വെന്തിട്ടുണ്ട്. അതിങ്ങനെ തൊട്ട് കഴിഞ്ഞാൽ അലിഞ്ഞു പോകില്ല, അങ്ങനത്തെ ഒരു പരുവത്തിലാണ് വേണ്ടത്. ഇനി വെള്ളം കംപ്ലീറ്റും ഇതിന്നാക്കണം. അപ്പോൾ ഞാൻ ഈ ഇറച്ചിപ്പണിയൊക്കെ കഴിഞ്ഞ് തിളച്ച് നല്ലോണം അതിൻ്റെ ശേഷം രണ്ടാമത് വീണ്ടും കുളിച്ച് വന്നിട്ട് നമ്മുടെ മേത്തുക്കൊക്കെ ഇതിൻ്റെ വാസന വരുമോ എന്നാൽ എനിക്ക് ഒരുമാതിരി വാസന എന്നെ തന്നെ തോന്നിയപ്പോൾ ഞാൻ ഈ പണി കംപ്ലീറ്റ് കഴിയണീൻ്റെ അടുക്ക് തന്നെ രണ്ടാമത് കുളിച്ച് വന്നു കേട്ടോ. കുളിയൊക്കെ കഴിഞ്ഞാലാണ് ഞാൻ ഈ പരിപാടിക്ക് നിന്നത്. ഇപ്പോൾ കണ്ടില്ല നിങ്ങൾ, അടിയിൽ ഒരു തുള്ളി പോലും വെള്ളം ഇല്ലാതേക്കണു. അത് കംപ്ലീറ്റും എടുക്കണം. അത് അപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കാൻ നമുക്ക് അടി കട്ടിയുള്ള ചെമ്പട്ടിയാണ് വേണ്ടത്. നോൺ സ്റ്റിക്കിൻ്റെ പാത്രത്തിൽ എടുക്കാൻ മാത്രമല്ലല്ലോ. പിന്നെ ഞാൻ ഇതിൻ്റെ മേലേക്ക് കുക്കറിൽ വേവിച്ച് വെച്ചതിൻ്റെ എല്ലിൻ്റെ ഭാഗത്തുള്ള കഷ്ണങ്ങളൊക്കെ ഇതിലേക്ക് മുറിച്ചിട്ട് കൊടുത്തുകൊണ്ടാണ് റെഡിയാക്കി എടുക്കണം. അത് പിന്നെ വേഗം എത്ര ആയാലും നമുക്ക് കയറൂല. അപ്പോൾ ഇത് പിന്നെ അതിൻ്റെ കൂടി വന്നപ്പോൾ നല്ല കറക്റ്റായിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ വേവും പരുവൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഒന്ന് ജസ്റ്റ് ചൂടാറിയതിന് ശേഷം വേണം നമുക്കിത് പൊരിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ ചെറിയ തീയിലിട്ട് കണ്ട് അടുപ്പത്തേനെ വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇത് എങ്ങനെ വെച്ചാൽ പൊരിച്ച് കോരിക്കാണ്ട് എടുക്കാലാകുമ്പോൾ ഗൾഫിക്കൊക്കെ അന്ന് തന്നെ എത്തുമല്ലോ. അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ പൊരിക്കാതെയും കൊണ്ടുപോകട്ടെ. അത് ഞാൻ ഇങ്ങനെ ഡൽഹിക്ക് കൊണ്ടുവരാനുള്ളതായതുകൊണ്ട് പൊരിച്ച് കോരിക്കാണ്ടാണ് കൊണ്ടുവന്നത്. ഭയങ്കര പേടിയുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ വന്ന് നോക്കുമ്പോഴാണ് അറിയുന്നത് ഇവരെല്ലാവരും ഇങ്ങനെ കൊണ്ടുവരലുണ്ടെന്ന്. നമുക്കിത് അറിയില്ലല്ലോ. അറിയാത്തതുകൊണ്ട് ഭയങ്കര ടെൻഷനായിരുന്നു, അതെല്ലാം കൂടി കേടന്ന് പോകുമോ എന്നുള്ള. അപ്പോൾ ഇതിലേക്ക് ഞാൻ കുറച്ചും കൂടി വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. അപ്പോൾ ഞാനത് ചെയ്യാതെ അതിൻ്റെ കായൊക്കെ ഇങ്ങനെ പിന്നെ ഇതിമ്മക്കന്നെ പിടിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഇങ്ങനെ ചെയ്യുന്നത്. പിന്നെ പൊരിച്ച് കോരുന്നതുകൊണ്ട് ഇപ്പോൾ ഗൾഫിക്ക് കൊടുത്തേക്കാനായാലും നമ്മൾ അധികം എണ്ണ ഒഴിക്കരുത്. അപ്പോൾ നമ്മൾ പൊതിഞ്ഞ് വരുമ്പോൾ എണ്ണ കിരിഞ്ഞ് വരാതെക്കാൻ വേണ്ടിയിട്ടാണ്
എണ്ണ ഒഴിക്കാതെ ഇങ്ങനെ റെഡിയാക്കി എടുത്താൽ മതി. അടി കട്ടിയുള്ള ചെമ്പട്ടി ആകുമ്പോൾ നമുക്കൊരു പ്രശ്നമില്ല. അത് ഇങ്ങനെ പിടിക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. നല്ല കനത്തിൽ നിൽക്കും ചെയ്യും. നമ്മൾ അടുപ്പാണെച്ചെങ്കിലും അതിൽ ഒരു ലെഗലേസം ഇളകി പോവില്ല കേട്ടോ. നല്ല സ്ട്രോങ് ഉള്ള അടുപ്പാണ്. ഞാൻ അന്ന് വാങ്ങിച്ചപ്പോൾ 1250 ഉറുപ്പ്യക്കാണ് ഞാൻ ഈ അടുപ്പ് വാങ്ങിച്ചത്. അതിന് ശേഷം പിന്നെ ഇപ്പോൾ എൻ്റെ വീട്ടിലൊന്ന് വാങ്ങിച്ചു. അപ്പോൾ അതിന് 1600 അടുത്ത് വരെ വന്നു. ഇത് പിന്നെ എനിക്ക് തോന്നുന്നു ഇതാണ് എൻ്റെ അടുപ്പാണ് ഉമ്മാൻ്റെ അടുപ്പിനെക്കാട്ടി കുറച്ചും കൂടി ഒരു സ്ട്രോങ് എന്ന് തോന്നുന്നുണ്ട്. പിന്നെ ഇങ്ങനെ ഇറച്ചി ഉണ്ടാക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് പറയുന്നുണ്ട്. ഒരുപാട് മസാല ഇനിയിപ്പോൾ നമ്മൾ വീട്ടിലേക്കാണെങ്കിലും ഇങ്ങനെ അധികം മസാല ഇല്ലാതെ ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കുകയാണ് ഒന്നും കൂടി നന്നാവുക. അപ്പോൾ ഇതൊക്കെ നല്ലോണം വെന്ത് കഴിഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ഇടയിൽ കൂടെ നമ്മളെ വേറെയുള്ള പരിപാടി ഇതിന്മേൽ തന്നെ നിൽക്കണം എന്നൊന്നുമില്ല. നമ്മളെ വേറെയുള്ള എല്ലാ പണികളും ചെയ്യുക. ഈ ഒരു പണിമേൽ തന്നെ നിന്നാൽ നമുക്ക് സമയം പിന്നെ ബാക്കി വരില്ലല്ലോ. അപ്പോൾ ഞാനിത് ചൂടാറിയൊക്കെ കഴിഞ്ഞ് 2 മണിക്കൂറൊക്കെ കഴിഞ്ഞ് കേട്ടോ അത് വേവിച്ച് വെച്ചതിൻ്റെ ശേഷം. അപ്പോൾ ഞാനൊരു പിച്ചളൻ്റെ ഒരു ചീനച്ചട്ടി ഉണ്ട്, അതിൽ വെച്ചുകാണ്ട് പൊരിച്ചെടുക്കണം. അത് നല്ല കട്ടിയുള്ള ചീനച്ചട്ടിയാണ്. അപ്പോൾ അത്യാവശ്യം വെളിച്ചെണ്ണ ഒഴിച്ചുകൊണ്ടാണ് ഞാൻ പൊരിച്ചെടുക്കണത്. അയച്ചാൽ മുരിഞ്ഞ് കല്ല് പോലെ ആക്കി എടുത്തിട്ടില്ല, അത്യാവശ്യം പൊരിച്ചതാക്കിയത്. അപ്പോൾ ഇത് ലാസ്റ്റ് എന്താ ആയത് വെച്ചാൽ ഈ എണ്ണയിൽ ബീഫിൻ്റെ നെയ്യും ഇതൊക്കെ പോകുന്നതുകൊണ്ട് ഈ എണ്ണ ബാക്കി ഞാൻ ഊരാൻ വെച്ച എണ്ണൻ്റെ ഇതിൻ്റെ കിനിവുണ്ടായിരുന്നു, അതായത് ഈ ബീഫിൻ്റെ കിനിവുണ്ടായിരുന്നു. അപ്പോൾ നല്ല സൂപ്പറായിട്ട് പൊരിഞ്ഞ് കിട്ടുകയും ചെയ്തു. അപ്പോൾ ഞാനിത് പൊരിക്കുന്ന സമയത്ത് ഓരോന്നിക്കും കുറേശ്ശെ കരിവേപ്പിൻ്റെ ഇട്ടുകൊണ്ടാണ് പൊരിച്ചെടുക്കുന്നത് കേട്ടോ. പിന്നെ അധികം നന്നായിട്ട് ചൂടാവാതെ വേണം നമ്മൾ പൊരിച്ചെടുക്കാൻ. ചൂടായിട്ടുണ്ടെങ്കിൽ ഇട്ട പാടന്നെ അത് മുരിഞ്ഞ് വരും. അപ്പോൾ അത് നമുക്ക് പാടില്ല. അപ്പോൾ കണ്ടില്ല നിങ്ങൾ പൊട്ടിത്തെറിക്കണ പരുവമായിട്ടില്ല. ഈ സമയത്ത് നമുക്ക് ഇതിലേക്ക് ബീഫ് ഇട്ട് കൊടുക്കാം. ഒരുപാട് ബീഫ് ഇട്ടാലും പൊരിച്ച് വരാൻ കുറച്ച് സമയം എടുക്കും. അപ്പോൾ കുറേശ്ശെ ഇട്ടുകൊണ്ട് പൊരിച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് സമയം കുറച്ച് ആവുന്നുള്ളൂ, എന്നാലും നല്ല രീതിയിൽ നമുക്ക് ഈ ബീഫ് ഇതായി കിട്ടും കേട്ടോ. ഇനി ഒരു പാർട്ടിക്ക് വേണമെങ്കിലും ഒക്കെ ഇങ്ങനെ ഉണ്ടാക്കിയാൽ നല്ല ഇതാണ്. അധികം മസാലയില്ല. പിന്നെ ഞാൻ സാധാരണ കൊത്തമ്പാലിപ്പൊടി ഇടലില്ല, പക്ഷേ ഞാൻ ഇതിലേക്ക് കൊത്തമ്പാലിപ്പൊടി ഇട്ടുകൊണ്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത് കേട്ടോ. ഇനിയിപ്പോൾ നമ്മൾ ആദ്യം വേവിച്ചപ്പോൾ ഞാനൊരു കരിവേപ്പിൻ്റെ ഒരു കൊമ്പേനാണ്ട് ഇട്ട് കൊടുത്തൊക്കെയല്ലേ എന്നാൽ. അപ്പോൾ അതിൻ്റെ നാരുകളൊക്കെ എടുക്കുക. ഞാൻ അങ്ങനെ ഊരാതെ ഇട്ട് കൊടുക്കാൻ കാരണം അതിൻ്റെ തണ്ടിൻ്റെ ഒരു ടേസ്റ്റ് ഉണ്ട്. ശരിക്കും നമ്മൾ ഇലൻ്റെ രുചിനെക്കാട്ടി ആ തണ്ട് വെന്ത് വരുമ്പോൾ അതിൽ പ്രത്യേകിച്ചൊരു രുചിയാണ്. അപ്പോൾ ഇങ്ങനെ നല്ലോണമാണ്ട് കഴുകിക്കാണ്ട് ഇട്ട് കൊടുത്താണ്ടി, എന്നാൽ ആ കരിവേപ്പിൻ്റെ നിങ്ങൾ ഇല ഇട്ട് കൊടുക്കണേക്കാട്ടി നല്ലൊരു ടേസ്റ്റിൽ നിങ്ങൾക്ക് അത് റെഡിയാക്കിയെടുക്കാൻ കിട്ടും. അപ്പോൾ ഞാൻ ഓരോരോ ട്രിപ്പ് പൊരിച്ചിട്ടുണ്ട്. പൊരിച്ചത് ഓട്ടപാത്രത്തിലേക്ക് വെച്ചേക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് അതിൽ നിന്ന് എണ്ണയൊക്കെ ഉറ്റി കഴിഞ്ഞതിന് ശേഷം ഒരു തളികയ്ക്ക് ഒഴിച്ചു കൊടുക്കുക. അതായത് ഈ ചെമ്പട്ടിൻ്റെ മൂടിയുമൊക്കെയാണ് ഇട്ട് കൊടുത്തത്. അങ്ങനെ ഞാനിപ്പോൾ ഒക്കെ പൊരിച്ച് കഴിയാനായിട്ടുണ്ട്. ഇതും അടിയിൽ പിടിക്കാതെ നമ്മൾ നോക്കണം കേട്ടോ. ഇളക്കി അതായത് മസാല ഉണ്ടല്ലോ, മസാലയാണ് അടിയിൽ പിടിക്കാൻ നിൽക്കുക. അപ്പോൾ അത് ഇങ്ങനെ ശ്രദ്ധിച്ച് റെഡിയാക്കി എടുത്താൽ നല്ല സൂപ്പറായിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ പിന്നെ നമ്മൾ ഫ്രിഡ്ജിൽ വെക്കാനാണെച്ചെങ്കിലും ഒക്കെ നല്ലതാണ്. ഫ്രിഡ്ജിൽ വെക്കാനെന്ന് ഉദ്ദേശിച്ചത് നമുക്ക് പെട്ടെന്നൊരു കൂട്ടാനൊക്കെ ഉണ്ടാക്കണം എന്നുണ്ടെങ്കിലും ഇങ്ങനെ റെഡിയാക്കി എടുത്താൽ നല്ല ഇതുണ്ടാവും. അപ്പോൾ ഇതാ ബീഫ് ഒക്കെ കണ്ടില്ല നിങ്ങൾ, പൊരിച്ചത് ഞാൻ വെള്ളം ഉറ്റി കഴിഞ്ഞതൊക്കെ ഈ തളികിലേക്ക് ഇട്ട് കൊടുത്തേക്കുകയാണ്. നല്ലോണം ചൂടാറി കഴിഞ്ഞതിന് ശേഷം ഞാനത് എന്താ ചെയ്തിച്ചാൽ പാക്ക് ചെയ്ത് കണ്ട് ഫ്രീസറിൽ വെച്ച് കട്ടാക്കി. അതൊക്കെ എൻ്റെ ഒരു വിഡ്ഢിത്തരം എന്ന് പറയാം. ഇവിടെ വന്നപ്പോഴാണ് അത് അറിഞ്ഞത്. കട്ടാക്കിയതിന് ശേഷം എൻ്റെ ഉപ്പ ഒരു കവർ കൊണ്ടുവന്ന് തന്നിട്ടുണ്ടായിരുന്നു ഗൾഫിലുള്ള സമയത്ത്. അത് ചൂടുള്ളത് ഇട്ടാൽ ചൂടോടി നിൽക്കും, തണുപ്പുള്ളത് ഇട്ടാൽ തണുപ്പോടി നിൽക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ അതിലാണ് പാക്ക് ചെയ്ത് കണ്ട് കൊടുക്കുന്നത്. പക്ഷേ ഇവിടെ വരുമ്പോഴും 2 ദിവസം ട്രെയിനിൽ യാത്ര, നമ്മൾ AC കമ്പാർട്ട്മെൻറ്റിലാണ് പോകുന്നത്. 2 ദിവസം ട്രെയിനിൽ യാത്ര ചെയ്തതിനും കൂടി നേരിയൊരു തണുപ്പ് അതിന്മേലുണ്ടായിരുന്നു. അത് പറയാതെക്കാൻ വയ്യ. പക്ഷേ ഇതിൻ്റെ ഒന്നും ആവശ്യമില്ലയെന്ന് ഇവിടെ വന്നപ്പോൾ ഇവിടെ കുട്ടികളും പറഞ്ഞു അവർ കൊണ്ടുവരലുണ്ടെന്ന്. നമുക്കറിയില്ലല്ലോ, അറിയാത്തതുകൊണ്ടാണ് ആവക പണികളൊക്കെ അത്രയും റിസ്ക് പിടിച്ച് ചെയ്തത്. അപ്പോൾ ഇങ്ങനെ ആരെങ്കിലും കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ പിന്നെ ഇങ്ങനെ കൊണ്ടുപോയി കൊടുത്തയച്ചാണ്ട് ഗൾഫിക്കായാലും ഒരു കുഴപ്പമില്ലാതെ ഇരിക്കൂട്ടോ. അപ്പോൾ ഈ ലോക്ക്ഡൗൺ സമയത്ത് ഇവർ അമ്മോൻ്റെ മകൻ പറഞ്ഞു, ഞങ്ങൾ ലോക്ക്ഡൗൺ സമയത്ത് വന്നപ്പോഴൊക്കെ ഇങ്ങനെ ബീഫും കോഴിയൊക്കെ പൊരിച്ച് കൊടുത്തൊക്കെ ഇന്ന് ട്രെയിനിലൊന്നും ഒന്നും കിട്ടൂലായിരുന്നല്ലോ. അപ്പോൾ പോലും ഞങ്ങൾ 3 ദിവസം ഞങ്ങൾ കഴിച്ചിട്ടും ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല. ഇവിടെ വന്നപ്പോഴാണ് നമ്മളിതൊക്കെ അറിയണത്. നമ്മൾ അവിടുന്ന് അത്രയും റിസ്ക് എടുക്കേണ്ട ആവശ്യമില്ലെന്ന് നമുക്ക് അറിയില്ല, ആരോട് നമ്മൾ ചോദിക്കാൻ നിന്നതുമില്ല. അപ്പോൾ അതാണ് ഉണ്ടായത്. പിന്നെ മോനോട് നമ്മൾ പറയാതെയാണല്ലോ പോണത്. അപ്പോൾ ഓനോട് തന്നെ ഇങ്ങനെ ഇറച്ചി കൊണ്ടുവരുന്ന വിവരമൊന്നും ഓനോട് പറയാൻ ഭയങ്കര ഇഷ്ടമായി കുട്ടികൾക്ക്. അപ്പം ഇതിൽ നിന്ന് കുറച്ച് ഇറച്ചി ഓനെ അറിയുന്ന ഒരാൾക്ക് കൊണ്ടുപോയി കൊടുത്ത് അവർക്ക് ഭയങ്കര സങ്കടമായിരുന്നു. സന്തോഷവും
എല്ലാം ഉണ്ടായി എന്ന് പറഞ്ഞപ്പോൾ ഇത്രയാണ് നമ്മളെ ഈ വീഡിയോൻ്റെ വിശേഷങ്ങൾ.